ശ്വാസം വലിച്ച് മെല്ലെ മെല്ലെ വലിക്ക്. പുക വലിക്കാറുണ്ടല്ലേ? വലിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കണ്ട സാറേ. തൽക്കാലം കഴിക്കാനുള്ള മരുന്ന് കുറച്ചുണ്ട് കേട്ടോ. പുകവലി നിർത്തണം. മരുന്ന് കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരും. കുറഞ്ഞില്ലെങ്കിൽ അപ്പം നമുക്ക് എക്സ്റേ എടുക്കാം കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം. ശരി. ഹലോ, മുകുന്ദൻ സ്പീക്കിംഗ്. ആഹാ, ആരാ ഇഷ്ടത്? കുറെ നാളായല്ലോ വിളിച്ചിട്ട്. അല്ല, അവിടെ ഇപ്പൊ അർദ്ധരാത്രിയല്ലേ? അത് ശരി, അപ്പൊ US-ലല്ലേ? നെടുമ്പാശ്ശേരിന്നാണോ? ഓക്കെ, എന്നാ പിന്നെ നിനക്കൊന്ന് നേരത്തെ വിളിക്കാമായിരുന്നില്ലേ സഞ്ജയ്? ഞാൻ വണ്ടിയുമായിട്ട് അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഓ, എല്ലാരും ഉണ്ടല്ലേ? വെരി ഗുഡ്. ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ടുള്ളതല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ആ സഞ്ജയ്, അപ്പൊ ഒരു കാര്യം ചെയ്യ്, വരുന്ന ഞായറാഴ്ച എല്ലാരും കൂടെ വീട്ടിലേക്ക് വാ. നമ്മളൊന്ന് കൂടിയിട്ട് എത്ര നാളായിടോ. വരുമ്പോ മോളെയും കൊണ്ടുവരണേ. അപ്പൊ ഈ വരുന്ന ഞായറാഴ്ച കേട്ടോ. ഞാനേ കൺസൾട്ടേഷനില്ല, കുറച്ച് തിരക്കില്ല. ഓക്കെ, അപ്പൊ ഈ വരുന്ന ഞായറാഴ്ച കാണാം. ഓക്കെ, റൈറ്റ്, ബൈ. മോള് വന്നിട്ട് ഒത്തിരി നേരമായടാ. എന്റെ മോള് വന്നിട്ട് വല്ലതും കഴിച്ചോ? മമ്മി വന്നപ്പോ വല്ലതും വാങ്ങി കഴിക്കാൻ മേലായിരുന്നോ മോൾക്ക്? അതിന് മമ്മി വന്നിട്ട് ഇവിടെ നിന്നില്ലല്ലോ, വിശമാറി പെട്ടെന്ന് പോയി. മോൾക്ക് ഇപ്പൊ എന്താ പപ്പ ഉണ്ടാക്കി തരണ്ടേ? ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയാലോ? അല്ലേ വേണ്ട, നൂഡിൽസ് ആക്കട്ടെ പപ്പ? നൂഡിൽസ് മതി പപ്പ. ആണോ? അപ്പോ പപ്പ നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും മോള് മുറ്റത്ത് പോയി കളിക്കണം. ഓക്കെ? മിടുക്കി കുട്ടികള് പകൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല കേട്ടോ. ഈ പപ്പായ്ക്ക് ഒന്നും അറിയില്ല. മോളെങ്ങനെയാ ഒറ്റയ്ക്ക് കളിക്കുക? മുത്തശ്ശിയുള്ളപ്പോ എന്ത് രസമായിരുന്നു. മോള് സ്കൂളിൽ നിന്ന് വന്നാ കളിക്കാനും മോൾക്ക് ഇലയട ഉണ്ടാക്കി തരാനും ഒക്കത്തിനും മുത്തശ്ശി ഉണ്ടായിരുന്നു. എന്നാ പപ്പ മുത്തശ്ശി വരിക? മുത്തശ്ശി ഗുരുവായൂർ പോയിട്ടുള്ളതല്ലേ മോളെ, ഉടനെ വരും. മുകുന്ദേട്ടൻ നല്ല ആളാ. ഡോക്ടർ എലിസബത്തിന്റെ മോളുടെ റിസപ്ഷനിലായിരുന്നു ഇന്ന്. മോശമായി പോയി വരാത്തത്. ഞാൻ വന്നിരുന്നെങ്കിൽ അതിലും മോശമായേനെ. എന്ത് മോശമാവുന്ന മുകുന്ദേട്ടൻ പറയണേ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. പൂത്ത കാശുള്ള നിന്റെ അച്ഛൻ കെട്ടിത്തന്ന പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലിന്റെ MD ആയിട്ട് ഇരിക്കുമ്പോ പാർട്ടിക്കും പരിപാടിക്കും പോകാൻ രോഗികൾ ഒരു തടസ്സമേ അല്ല.
പക്ഷെ ഞാനൊരു സർക്കാർ ധർമാശുപത്രിയിലെ ഡോക്ടറാ. എന്റെ മുന്നിൽ വരുന്നവരെല്ലാം പാവപ്പെട്ടവരാ. അവരെ കണ്ടില്ലെന്നടിച്ച് എനിക്ക് ഇറങ്ങിപ്പോരാനാവില്ല മീര. സർക്കാരിന്റെ ധർമാശുപത്രി പോയിരിക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. എന്റെ അച്ഛനെ ആശുപത്രി കെട്ടിത്തന്നത് നിങ്ങൾക്കും കൂടെ വേണ്ടിട്ടാ. അതെങ്ങനെയാ ഞാനൊന്നും പറയുന്നില്ല. മതി, തൽക്കാലം നിർത്താം. നിന്റെ ഈ തിരക്കുകൾക്കിടയിൽ നമ്മുടെ മോൾക്കൊരു അമ്മയുടെ സ്നേഹമാണ് നഷ്ടപ്പെടുന്നതെന്ന് ഓർത്താൽ നന്ന്. അതിന് അവൾക്കെന്താ ഇവിടെ ഒരു കുറവ്? ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും കിട്ടേണ്ട പ്രായത്തിൽ കിട്ടണം. അതിൻ്റെ ഒരു കുറവുണ്ട് മീര. നമ്മുടെ തിരക്കിനിടയിൽ അവളുടെ കാര്യങ്ങൾ നോക്കി കളിച്ചും ചിരിച്ചും കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നൊരു മുത്തശ്ശിയെ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു വന്നപ്പോഴേ കാര്യങ്ങൾ എങ്ങോട്ടാ പോകുന്നെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. നമുക്കേ ഈ സംഭാഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതാ നല്ലത്. मोटी देखो कौन आया है? गेट ओपन करो। जी साहब। नमस्ते साहब। ഹലോ അമേരിക്കൻസ്, ഹായ്. നമ്മളിവിടെ ഉണ്ടേ. നിനക്കൊരു മാറ്റം ഇല്ലല്ലോ എന്റെ മുകുന്ദ. ഇന്ന് ഞായറാഴ്ച അല്ലടോ, ഹോസ്പിറ്റലിൽ പോണ്ടല്ലോ. ദേഹത്ത് ചെളി അത് പറ്റും. കുഴപ്പമില്ല. എടോ, ഞാൻ പറയാറില്ലേ, ഇവനൊരു ഡോക്ടർ ആയിരുന്നില്ലെങ്കിൽ നല്ലൊരു കർഷകനായിരുന്നേനെ. മെഡിസിൻ പഠിക്കുമ്പോഴും നാട്ടിൽ വന്നു കഴിഞ്ഞാ ഞാൻ അച്ഛനോടൊപ്പം പാടത്ത് നിലവിഴുതിട്ടുണ്ട്. ഒക്കെ കൂട്ടുകാരൻ പറയാറുണ്ട്. ആ ഗുഡ് മോർണിംഗ് ഡോക്ടേഴ്സ്. ആ വെരി ഗുഡ് മോർണിംഗ്. പുറത്ത് നിൽക്കാണ്ട് അകത്തേക്ക് വരൂ. വരൂ. സഞ്ജു, നിങ്ങൾ ഇരിക്കി, ഞാൻ പോയിന്ന് മേല് കഴിയിട്ടു. ഓ. മീര, ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാ കൊടുക്ക്. ഓ ആശുപത്രി എങ്ങനെ പോകുന്നു മീര? ഓ നന്നായി പോകുന്നുണ്ട്. പുതിയ ബ്ലോക്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. മാനേജിംഗ് ഡയറക്ടർ ആവുമ്പോ പേഷ്യൻസിനെ നോക്കാനൊന്നും സമയം ഉണ്ടാവില്ല അല്ലേ? ഞാനതൊന്നും നോക്കാറില്ല. പിന്നെ എല്ലാ സ്പെഷ്യാലിറ്റീസും ഉണ്ട്. ഫേമസ് ഡോക്ടേഴ്സ് ആണ് താനും. പഠിക്കുന്ന സമയത്ത് തന്നെ മുകുന്ദനെ ഞങ്ങള് ആശുപത്രി മുതലാളിയെന്ന് പറഞ്ഞ് കളിയാക്കി വിളിക്കുമായിരുന്നു. അതെന്താ അങ്ങനെ? മീരയുടെ അച്ഛൻ അന്നേ ആശുപത്രി ഉണ്ടായിരുന്നല്ലോ. മുകുന്ദനാണ് മീരയായി മുടിഞ്ഞ പ്രേമവും. എന്നാണാവോ മരുമകനെ ആശുപത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നത്? അതിന് നടക്കുന്നു തോന്നണില്ല. അതെന്താ? മുകുന്ദേട്ടനെ സർക്കാർ ആശുപത്രിയിലെ പാവങ്ങളെ സേവിക്കണം. പ്രൈവറ്റ് ആശുപത്രി മെഡിക്കൽ എത്തിക്സിന് ചേരില്ലാന്ന്. ഓരോരോ ശാഠ്യങ്ങള്, അല്ലാതെന്താ? സഞ്ജയ് ചായ കുടിക്കേ. ഇനി നമുക്ക് അക്ക് കളിക്കാം. ഈ മീനുവിന് എത്ര കളി അറിയുന്നേ? എനിക്കാണെ ഒന്നും അറിയില്ല. ഇതൊക്കെ എന്റെ മുത്തശ്ശി പഠിപ്പിച്ചതാ. ഞങ്ങൾ ഒരുമിച്ചാ കളിക്കാറ്. എന്നിട്ട് മുത്തശ്ശി എവിടെ? മുത്തശ്ശി വരും. ഗുരുവായൂർക്ക് പോയെന്നാ മമ്മി പറഞ്ഞത്. ആഹാ, കുട്ടികൾ നല്ല കൂട്ടായെന്ന് തോന്നല്ലോ. ആ അവരോട് പുറത്ത് ഭയങ്കര കളിയാട്ടോ. മുകുന്ദ, മീര ചായ മാത്രം ഒന്ന് പറഞ്ഞുവിടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ഇവിടുന്ന് പണ്ടേ അമ്മ വിളമ്പിക്കൊടുത്ത ഊണിന്റെ രുചി സഞ്ജയേട്ടൻ കൂടെ കൂടെ പറയാറുള്ളതാണേ. ആഹാ, അതിനെന്താ, ഇവിടെ നിന്ന് നല്ല ജൈവ പച്ചക്കറി കൂട്ടിയുള്ള ഒരു ഊണ് തന്നിട്ടേ നിങ്ങളെ വിടത്തുള്ളൂ. പോരെ? ഓ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സംസാരിച്ചിരിക്കും. അപ്പോഴേക്കും ഞാൻ എന്റെ കൃഷിത്തോട്ടം ഇവനെ ഒന്ന് കാണിക്കട്ടെ. ഓക്കെ, നമുക്കൊന്ന് പോയാലോ? കണ്ടു കളയാം. വാ. തന്റെ അമേരിക്കൻ വിശേഷങ്ങൾ എന്തൊക്കെയാ? എന്താ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിറങ്ങാൻ കാരണം? പെട്ടെന്നൊന്നും അല്ലടോ, കുറച്ചായില്ലേ നാട്ടിലൊക്കെ വന്നിട്ട്. പിന്നെ അടുത്ത ആഴ്ച അച്ഛൻ്റെ 5-ാം ആണ്ട് ശ്രാദ്ധാണ്. ചേലാമറ്റത്ത് അമ്മയും കൂട്ടി പോയി ബലിയിടണം. പിന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ അന്നദാനം നടത്തും. കാലം എത്ര വേഗം നല്ലേ പോകുന്നത്. ആ അതെ അതെ. ഹലോ, ആ എന്താ വിമല? അത്രേ ഉള്ളോ? ഓക്കെ, ഇതാ എത്തി. എടോ, മീര ഉണ്ണാൻ വിളിക്കുന്നു. ശരി, പോയേക്കാം. ഓട്ടെ ആജാ, ഊണ് കഴിക്കാം. വാ. जी साहब। ഇനി എന്നാ സഞ്ജയ് അമേരിക്കയിലേക്ക് മടക്കം? ഇനി മടങ്ങുന്നില്ല. മടങ്ങുന്നില്ലെന്നോ? എന്നിട്ടെന്ത് നേരത്തെ പറഞ്ഞില്ലല്ലോ സഞ്ജയ്? അതിന് നീ
നേരത്തെ ചോദിച്ചില്ലല്ലോ. എന്താ ഇപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? പെട്ടെന്നൊന്നും അല്ല മീര, ഞങ്ങള് 2-3 വർഷം മുൻപേ ചിന്തിച്ചെടുത്ത തീരുമാനമാണ്. അച്ഛൻ മരിച്ച ശേഷം അമ്മ വീട്ടിലൊറ്റയ്ക്കല്ലേ. അതിനിടെ അമ്മയ്ക്ക് ചെറിയൊരു സ്ട്രോക്കും വന്നു. അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ആ, വലിയ കുഴപ്പമില്ല. നടക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നിട്ട് അമ്മയെ ഞങ്ങൾ അമേരിക്ക കൊണ്ടുപോവാൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷേ അമ്മ വരില്ലെന്നാ പറയുന്നത്. അതിന് അമ്മയെ നോക്കാൻ ഇവിടെ ഒരു വേലക്കാരിയോ അല്ലെങ്കിൽ ഒരു ഹോം നഴ്സിനെ വെച്ചാ പോരെ? മതി, പക്ഷേ നമുക്ക് പകരമാവില്ലല്ലോ വേലക്കാരികൾ. വന്നപ്പം മുതലേ ചോദിക്കാനിരിക്കുമായിരുന്നു, അമ്മയെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ആ, അത് അമ്മ ഗുരുവായൂർക്ക് ഭജനിരിക്കാൻ പോയതാ. ആ, ഇത്ര പെട്ടെന്ന് മതിയാക്കിയോ? നിങ്ങൾ സാവകാശം കഴിക്കേ, ഞാൻ എത്ര കഴിക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന അതിഥികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇദ്ദേഹം ഡോക്ടർ സഞ്ജയ്. കഴിഞ്ഞ 15 വർഷമായി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ പ്രശസ്തമായൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഡോക്ടർ സഞ്ജയിന്റെ അച്ഛന്റെ 5ാം ശ്രാദ്ധ ദിനമാണിന്ന്. അതോടനുബന്ധിച്ച് നമ്മുടെ സാകേതത്തിൽ വന്ന് അന്തേവാസികൾക്ക് അന്നദാനം കൊടുക്കാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിന് നമുക്ക് അവരോട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താം. അമ്മ ഡോക്ടർ മുകുന്ദന്റെ അമ്മയല്ലേ? അതെ, മോൻ മുകുന്ദനെ അറിയോ? അമ്മ എന്നെ മറന്നുപോയോ? കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറഞ്ഞില്ലേ മോനെ? ഈയിടെ ഓർമ്മയും തീരില്ല. അമ്മ, ഞാൻ സഞ്ജു ആണ്. പണ്ട് മുകുന്ദന്റെ കൂടെ വീട്ടു വരാറുള്ള സഞ്ജു. അയ്യോ സഞ്ജു മോനെ, എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. നീ വല്ലാതെ അങ്ങ് തടിച്ചു. അമ്മ എന്താ ഇവിടെ? മുകുന്ദനും മീരയും കൂടി എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയതാ മോനെ. അവർക്കെന്നെ നോക്കാൻ എവിടെയാ സമയം? 2 പേർക്കും തിരക്കല്ലേ. അമ്മ ഇരുന്നോളൂ, നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. യശോദാമ്മയെ അറിയും തോന്നല്ലോ. അറിയും, എന്റെ കൂട്ടുകാരന്റെ അമ്മയാണ്. ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് 6 മാസം കഴിഞ്ഞു. ഇതുവരെയും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മുകുന്ദൻ പാവാണ് മക്കളെ. അവൻ എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എന്നെ ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കില്ലെങ്കിൽ അവള് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ പോകുന്നു പറഞ്ഞ പിന്നെ അവൻ എന്ത് ചെയ്യാനാ? ഞാൻ കാരണം എന്റെ മോന്റെ കുടുംബജീവിതം തകരരുതെന്ന ഒറ്റ പ്രാർത്ഥനയുള്ളൂ. എന്നിട്ട് എങ്ങനെയാ അമ്മ ഇവിടെ എത്തിച്ചേർന്നു? ഗുരുവായൂർ കുളിച്ചു തൊഴാൻ പോകണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം അവള് മുൻകൈ എടുത്ത് ഗുരുവായൂർക്ക് പോകാന്ന് പറഞ്ഞപ്പം അമ്മയോട് പറയണ്ടേ? എനിക്ക് കഴിയില്ല, നീ പറഞ്ഞാ മതി. അമ്മേ, അമ്മേ. എന്താ മോളെ, വീടെത്തിയോ? നിർമാല്യം തൊഴാൻ നേരത്തെ എണീറ്റുകൊണ്ട് നല്ല ക്ഷീണം. അമ്മേ, ഒരു കാര്യം പറഞ്ഞാ വിഷമം തോന്നരുത്.
എന്താ അത്ര വിഷമം തോന്നാനുള്ള സംഗതി? ഭഗവാനെ കണ്ണിറായി കണ്ടപ്പോ എന്റെ എല്ലാ വിഷമവും തീർന്നു. അമ്മേ, നമ്മളിപ്പോ വീട്ടിലേക്കല്ല പോണത്. പിന്നെ എങ്ങോട്ടാ? ഞങ്ങളമ്മേ നല്ലൊരിടത്ത് കൊണ്ടാക്കാൻ പോവാ. കുട്ടികളുടെ ഡേ കെയർ പോലെ പ്രായമായവര് നോക്കുന്ന സ്ഥലം. അവിടെ അമ്മയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അമ്മയെ നോക്കാൻ ആവശ്യമായിട്ടുള്ള പണമൊക്കെ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. പിന്നെ ഞാനും മുകുന്ദേട്ടനും ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടോളാം. അമ്മ എതിരൊന്നും പറയരുത്. അമ്മ ഇനി എന്തെതിര് പറയാനാ? മക്കളെ തീരുമാനമല്ലേ പറഞ്ഞത്. ഗുരുവായൂർക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയേണ്ടിയിരുന്നില്ല. മക്കൾക്ക് ദൈവദോഷം വരരുതല്ലോ. ആ യാത്ര ഇവിടേക്കായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു മക്കളെ. ഒരു പ്രായം കഴിഞ്ഞ മാതാപിതാക്കളുടെ ജീവിതം മക്കളുടെ ജീവിതത്തിന് തടസ്സാവരുതല്ലോ. എന്നെ ഇവിടെ ആക്കിയിട്ട് പോവാൻ നേരം മുകുന്ദന്റെ കണ്ണു നിറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഒരു സങ്കടമില്ല മോനെന്ന്. സമയം കിട്ടുമ്പോ കൊച്ചുമോള് മീനൂനെയും കൊണ്ട് ഇതിൽ വരാന്ന് പറഞ്ഞതാ. എന്തോ ഇതുവരെ ആരും കണ്ടില്ല. രണ്ടുപേരും ഡോക്ടർമാരല്ലേ, തിരക്കുണ്ടാവും. ഈ കൊടയാണിപ്പൊ കൂട്ട്. ഇതൊരു ബലമാ. മുകുന്ദനല്ലേ? എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ. അല്പം കോൺഫിഡൻഷ്യലാണ്. നമുക്കൊന്ന് പുറത്തു പോയാലോ? ഓക്കെ. സഞ്ജയ്, എന്താണ് എനിക്ക് കോൺഫിഡൻഷ്യലായി എന്തോ പറയാണ്ടെന്ന് പറഞ്ഞത്? ആ, പറയാം. നമ്മൾ ഒരുമിച്ച് കളിച്ചു പഠിച്ചു വളർന്നവരാണ്. നമ്മുടെ ഇടയിൽ ഒരു മറയും മതിലും ഉണ്ടായിരുന്നില്ല. എന്താ നീ ഇതൊക്കെ ഇപ്പൊ പറയാൻ? ഒന്നുമില്ല, നീ വല്ലാതെ മാറിപ്പോയതുപോലെ തോന്നുന്നു. എന്താ നീ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്നലെ ഞാൻ നിന്റെ അമ്മയെ കണ്ടിരുന്നു. നിന്റെ മീര പറഞ്ഞതുപോലെ ഗുരുവായൂർ അമ്പലത്ത് വെച്ചല്ല, വൃദ്ധസദനത്തിലെ അനാഥ വാർദ്ധക്യങ്ങളോടൊപ്പം. എന്താടാ ഇതൊക്കെ? ശരിയാ, അമ്മ എവിടെയാന്ന് വീട്ടിൽ വന്നപ്പോ നീ ചോദിച്ചതിന് ഗുരുവായൂർ പോയതാന്ന് മീര കള്ളം പറഞ്ഞു. അമ്മയെ വൃദ്ധസദനത്തിലാക്കിയിട്ട് ഞാൻ സുഖിച്ച് ജീവിക്കുകയാണെന്നാണോ നീ കരുതിയത്? നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞിടോ. സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ച് ജീവിച്ച എൻ്റെ ഭാര്യയ്ക്ക് കഷ്ടതയും കണ്ണീരും നിറഞ്ഞ ഭൂതകാല കഥകളിൽ ജീവിക്കുന്ന എൻ്റെ അമ്മയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവളുടെ ബന്ധുക്കളുടെയും അതിഥികളുടെയും മുന്നിൽ അമ്മ പഴങ്കഥകൾ പറയുന്നതാണ് പ്രശ്നം. എനിക്ക് അമ്മയുടെ വായ മൂടിക്കെട്ടാൻ പറ്റുമോ? പ്രായമായവരുടെ ഏക ആനന്ദമല്ലേ ഇത്തരം ഓർമ്മകൾ? അമ്മ ഇതെല്ലാം എന്നോട് പറഞ്ഞു. പക്ഷേ നീ വേണ്ടേ ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ? ഞാൻ പറയാത്തതല്ലല്ലോ പ്രശ്നം. പലപ്പോഴും ഞങ്ങൾ തമ്മിൽ ഇതിന്റെ പേരിൽ കലഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്റെ അമ്മ പാവമാണെന്ന് നിനക്കറിയില്ലേ? എന്നോടുള്ള സ്നേഹം, അച്ഛൻ്റെ ഓർമ്മകൾ, ഇത് രണ്ടുമാണ് അമ്മയെ ഇന്ന് ജീവിപ്പിക്കുന്നത് തന്നെ. പക്ഷേ എന്തു പക്ഷേ? പെറ്റമ്മയെ വൃദ്ധസദനത്തിലാക്കുന്നതാണോ കുടുംബകലഹം പരിഹരിക്കാൻ നീ കണ്ട മാർഗം? എനിക്ക് എൻ്റെ മോളെ കാണാതെ ജീവിക്കാനാവില്ല സഞ്ജു. ഒരു ദിവസം അമ്മയുമായി വഴക്കിട്ട് മോളുമായി അവളുടെ വീട്ടിലേക്ക് പോയതോടെ ഞാൻ തളർന്നു പോയടാ. കുടുംബജീവിതം തകരാതിരിക്കാൻ എനിക്ക് അവളുടെ ഇംഗിതത്തിന് വഴങ്ങേണ്ടി വന്നു. മോളെ കാണാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ? ഇതേ വികാരം നിന്റെ അമ്മയ്ക്കും നിന്നെ കുറിച്ചുണ്ടാവില്ലേ?
അമ്മേ മുകുന്ദേട്ടാ, എന്തൊരു നിലവിളി അത്. ബാക്കിയുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ? അമ്മ വന്നു. എവിടെ? എവിടെ? ഈ മുറിയില്. അമ്മ തൊടുന്ന ഭസ്മത്തിന്റെ മണടിക്കുന്നില്ലേ മുറിയില്? കൂട്ടുകാര് വാങ്ങി തന്ന കുടിച്ചിട്ട് ഓരോ പിച്ചും പേയും പറഞ്ഞോളും. എന്തായാലും രാവിലെ അമ്മയെ പോയി കാണണം. ഒരു കാര്യം ഞാൻ പറയാം, പോകുന്നൊക്കെ കൊള്ളാം. അമ്മയെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനാ ഭാവെങ്കില് ഞാൻ എന്റെ വഴിക്ക് പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. ചിലപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കും. നിനക്ക് എങ്ങോട്ടാന്ന് വെച്ചാ പോകാം. നമസ്കാരം. അതിരാവിലെ പുറപ്പെട്ടു അല്ലേ? രാവിലെ പുറപ്പെട്ടു. ഡോക്ടർ എപ്പോഴാ വിവരം അറിഞ്ഞത്? എന്ത് വിവരം? അപ്പൊ ഡോക്ടർ എന്താണ് മാതാജി? വരൂ, ഇരിക്കൂ. ഞങ്ങൾ രാവിലെ മുതൽ നിങ്ങൾ തന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. വൈഫാണ് ഫോൺ എടുത്തത്. അവര് ഡോക്ടർ മുകുന്ദനെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പ്ലീസ് മാതാജി, ഒന്ന് തെളിച്ചു പറയൂ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്ന് വെളുപ്പിന് നിങ്ങളുടെ അമ്മ മരിച്ചു. അമ്മ? 3:30 കൂൾ ഡൗൺ മിസ്റ്റർ മുകുന്ദൻ. ഒരു കണക്കിന് നിങ്ങളുടെ അമ്മ ഭാഗ്യവതിയാണ്. ഒരു ദിവസം പോലും കിടന്നില്ല. സുഖമരണം. വരൂ, ബോഡി ഹാളിൽ കിടത്തിയിരിക്കുകയാണ്. പുത്രമിത്രാർത്ഥകളത്രാദിസംഗമമെത്രയുമൽപകാലസ്ഥിതമൂർക്കനീ സ്വപ്നസമാനം കളത്ര സുഖം നൃണാമൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. ഡോക്ടർ മുകുന്ദൻ, ഒരു നിമിഷം നിൽക്കൂ. മുകുന്ദൻ വരുമ്പോ ഈ കുട നൽകണമെന്ന് എപ്പോഴും അമ്മ പറയുമായിരുന്നു. അച്ഛൻ്റെ ഓർമ്മയ്ക്കായി അമ്മ പൊന്നുപോലെ സൂക്ഷിച്ച കുടയാണിത്. ഇനി അമ്മയുടെ ഓർമ്മയ്ക്കായി ഇതല്ലേ ഉള്ളൂ. എടോ മുകുന്ദ. ആ സഞ്ജയ്, എന്താടോ പതിവില്ലാതെ ബീച്ചിലൊക്കെ? ഓ വെറുതെ. ഇന്ന് കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ ഒരു റിലാക്സേഷൻ ആകാമെന്ന് കരുതി. ഞാൻ പതിവായി ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോഴൊന്നും തന്നെ ഞാൻ ഈ ബീച്ചിൽ കണ്ടിട്ടില്ലല്ലോ. നീ ഒറ്റയ്ക്കാ? അല്ല, വിമലയും മോളും അമ്മയും എല്ലാം ഉണ്ട്. എന്നിട്ട് അവരുടെ അവരമ്മയും കൊണ്ട് ബീച്ചിൽ കറങ്ങാൻ പോയതാ. അതിന് തൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം നടക്കാനാവുമോ? ഇല്ല, പക്ഷെ അമ്മ ഇപ്പൊ കൊച്ചുകുട്ടികളെ പോലെയാ. എല്ലായിടത്തും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയാലും കൂടെ കൂട്ടും. അത് നന്നായിടോ. ഹാ, ദാ വരുന്നുണ്ട്. എന്റെ അമ്മേ,
കുട്ടികളെ പോലെ ഇങ്ങനെ ഐസ്ക്രീം കഴിച്ച് വയറ് ചീത്തയാക്കണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞതാ. മോളാണെന്ന് തോന്നുന്നല്ലോ മുത്തശ്ശിയെ വഷളാക്കുന്നത്. അല്ലെങ്കിൽ മുത്തശ്ശിയ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞത്. എന്നാ ശരി, ഞങ്ങൾ നടക്കട്ടെ. ശരി. കാണാം. ഓക്കെ കാണാം. ബൈ. ഓക്കെ ശരി ഓക്കെ